ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് നമ്മളെ റെസ്റ്റോറൻറ്റിലും കൂൾ ബാറിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റുള്ളൊരു ഷാർജ ഷേക്കാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷാർജ ഷേക്ക് തന്നെയാണിത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കൂ കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ട് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാലിപ്പൂവനോ അല്ലെങ്കിൽ മൈസൂർ പഴം ഏതെങ്കിലും അങ്ങനത്തെ പഴങ്ങൾ എടുക്കണം കേട്ടോ. ഒരിക്കലും നമ്മൾ നേന്ത്രപ്പഴം എടുക്കരുത്. അപ്പോൾ ഇതിന് കറക്റ്റായിട്ട് ടേസ്റ്റും കാര്യങ്ങളും കിട്ടില്ല. അപ്പോൾ ഇതുപോലത്തെ പഴങ്ങൾ തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 ലിറ്റർ പാലിന് വേണ്ടിയിട്ടാണ് 2 പഴം എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനതിലേക്ക് കുറച്ച് പീനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിലക്കടല ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇത് കയ്യിലില്ലെങ്കിൽ കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്താൽ മതി. രണ്ടും ഓപ്ഷനിലാണ്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബൂസ്റ്റിന് പകരം ഹോർലിക്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഫ്രോസൺ മിൽക്കാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കട്ടപ്പാലുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കട്ടിയാക്കിയിട്ടെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തതാണേ. അപ്പോൾ ഇത് 1/2 ലിറ്റർ പാലാട്ടോ. 1/2 ലിറ്റർ പാലെടുത്തിട്ട് കട്ടയാക്കി വെച്ചതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തന്നങ്ങ് അടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ പേസ്റ്റ് പോലെ നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സോട് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഴം ചേർക്കുന്ന സമയത്ത് കൂടുതലായി പോകണ്ട കേട്ടോ. അപ്പോൾ പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് ആകുമ്പോൾ മുന്നിട്ട് നിൽക്കുക. അപ്പോൾ ഇതാകുമ്പോൾ പീനട്ടിൻ്റെയും നമ്മൾ ബൂസ്റ്റൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ കറക്റ്റായിട്ട് ടേസ്റ്റും കാര്യങ്ങളും കിട്ടിക്കോളും. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണിത്. അപ്പോൾ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് ബൂസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷനിലാണ്. ഞാനൊന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന് മുകളിലായിട്ട് കുറച്ച് ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഫ്ലേവർ തോന്നുന്നത് ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് വാനിലയുടെ ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് തോന്നുന്നത് ഇതാണ് കേട്ടോ. വാനിലേൻ്റെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചോക്ലേറ്റിനാണ് ഒന്നുകൂടി കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ ഷാർജ ഷേക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് ഇതിനേക്കാളും നല്ല കിഡിലൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്